1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, മണിക്കുട്ട, പ്രസാദ് ഏട്ടാ. നമസ്കാരം, സ്വാഗതം, സുസ്വാഗതം. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും കൂടെ കോട്ടയം, നസീർക്കയുടെ സ്വന്തം നാട് കോട്ടയം അയമന സ്വദേശികളെ കുറച്ചുപേരെ വിളിക്കാറുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചിരിക്കാൻ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. വിളിക്കൂ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ 3-4 കാലിക്കറ്റ് എന്ന ടീമാണ് വരാൻ പോകുന്നത്. 3-4 കാലിക്കറ്റ്. ഗ്രീഷ്മയുണ്ട്, അതുലുണ്ട്, അക്ഷയുണ്ട്. ഒരു നല്ല ഗൈഡ് കൊടുക്ക്. 3-4 കാലിക്കറ്റ്. നമസ്കാരം. ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് പുറപ്പെട്ട PSLV റോക്കറ്റ് ചൊവ്വയുടെ പ്രതലത്തിൽ ലാൻഡ് ആയിട്ട് സേഫ് ആയിട്ട് ആയിരിക്കാണ് കേട്ടോ. ചൊവ്വയിലെത്തിയാ? എത്തി തുറക്കാം. എന്നോട് നേരെ ചൊവ്വ പറ, ചൊവ്വയിലെത്തിന്ന്. വെയിറ്റ് ചെയ്യ്. വാതിൽ തുറക്കേ. ആ സ്വിച്ച് ഞെക്കണോ? ഈ സ്വിച്ചാണോ? അയ്യോ, അത് ഞെക്കല്ലേ. ഈശ്വര, കാറ്റഴിഞ്ഞ ബലൂണെ പോലെ എന്റെ അമ്മമ്മ പോയി. മിസ്സായി. അവിടെ ഞാൻ ഓടി കളിക്കട്ടെ. എന്താണിത്? എന്റെ കുന്തളിപ്പ്. ഭൂമി നല്ല എങ്ങൾക്ക് ഇന്നൊന്ന് അടച്ചു വെക്കാൻ പറ്റുള്ളൂ. ചൊവ്വയിൽ വന്ന് ഞാൻ അങ്ങോട്ട് അർമാദിക്കാൻ വേണ്ടിട്ടേ നമ്മള് വന്നത് ചൊവ്വയിലേക്ക് അല്ലാണ്ട് ഗോവയിലേക്കല്ല. എടി ലതേ, സുമേ, രാധ, നിങ്ങളൊക്കെ ഭൂമിയിൽ ഇരുന്നോളെടി. ഞാനിതാ അവിടെ ചൊവ്വയിലാ, കണ്ടോ? ഏത് മൂട്? ചൊവ്വ മൂട്. ഏത് മൂട്? റോക്കറ്റ് മൂട്. ഏത് മൂട്? വായ മൂട്. നിങ്ങൾ എന്താ ഈ വെറ്റിലേന്റെ മോള് തേക്കുന്നേ? ഞാൻ ഓടി വന്നപ്പോ എനിക്ക് ഇതിന് ചുണ്ണാമ്പ് കിട്ടിയടാ. എന്റെ പൊന്ന് ദൈവമേ, അത് ചുണ്ണാമ്പല്ല, നിങ്ങളെ വായ പൊള്ളു. അത് ലാവയാ. ഞാൻ തൊട്ടപ്പോ കരഞ്ഞില്ലല്ലോ. പാവയാന്നല്ല പറഞ്ഞത്, ലാവയാന്നാ പറഞ്ഞത്. അതെ, നമ്മൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നെന്ന് വല്ല ബോധമുണ്ടോ? ഉണ്ട്. 40-40 വയസ്സായി ഈ മുണങ്ങന്. ഒരു ഭൂമിന്ന് പെണ്ണ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു രേലിയെത്തി പെൺകുട്ടീനെ ഇവിടുന്ന് ആപ്പിക്കൂടെ വളച്ച് സെറ്റാക്കി പോളെ പെണ്ണ് കാണാൻ വന്നതാ. അയ്യോ, ഇവന്റെ അമ്മയ്ക്കും അച്ഛനും ഈ കല്യാണത്തിന് യാതൊരുവിധ താല്പര്യവും ഇല്ല. എന്നാ പിന്നെ നിങ്ങളും എന്തിനാ അങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളി വന്നേ? ഞാനിപ്പോ ഇതൊക്കെ കാണണെങ്കിലേ കാലന്റെ കൂടെ റിട്ടേൺ ടിക്കറ്റ് വരുമ്പോഴേക്കും അതിന് പറ്റുള്ളൂ. അതെ അതെ അതെ, ഒരു കാര്യം പറയട്ടെ, ഭൂമിയിൽ എനിക്ക് മാത്രല്ല ഒരുത്തനും പെണ്ണ് കിട്ടുന്നില്ല. ഞാനൊരു സയന്റിസ്റ്റാ. സയൻസ് കിസ്സാ. ഓ, അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന മെറ്റലും ഇരുമ്പൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗണേഷ് കുമാർ, അയ്യോ അദ്ദേഹം KSRTC വിറ്റോ? ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചതാ. അല്ലേലും എനിക്ക് അപ്പോഴേ അറിയണു ഇവിടെ രാത്രി കച്ചവടം തുടങ്ങാൻ അവൻ അങ്ങോട്ട് വിട്ടേന്ന്. അമ്മമ്മേ, എന്റെ പ്രൊഫഷനെ പറ്റി കളിയാക്കിയാണ്ടല്ലോ. അറിയാലോ, 5 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ റോക്കറ്റ്. ഈ റോക്കറ്റ് എന്റെ അപ്പൂപ്പന്റെ പാരമ്പര്യ. പണ്ട് മൂപ്പര് റോക്കറ്റ് ഉണ്ടാക്കി എന്റെ തലയിലേക്ക് എറിഞ്ഞു കൊണ്ടതാ ഞാൻ എന്റെ വീട്ടിലെത്തിയത്. ഓ, എന്റെ അപ്പൂപ്പനും ഞാനും നല്ല സ്നേഹത്തിലായിരുന്നു. പണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോ ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു. രണ്ടാമതൊരു കുട്ടി ഉണ്ടായപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു. പിന്നെ എന്നെ കൂട്ടാതെ അങ്ങോട്ട് പോയില്ലേ? അല്ല, കണക്ക് ശരിയല്ലല്ലോ. നമ്മള് വീടിന്റെ മുറ്റത്ത് 5 നെല്ലിമരം ഉണ്ട്. എന്താ ഞാൻ ഒറ്റയ്ക്ക് നട്ട നെല്ലി മുളയ്ക്കൂല്ലേ? അല്ല പിന്നെ ഇമ്പൾ ഇങ്ങോട്ട് വന്നത് ഈ വണ്ടിയിലല്ല. എനിക്ക് ആ രാജേഷിന്റെ ഓട്ടോറിക്ഷ വല്ലതും വിളിച്ചാ പോരേനെ. അപ്പാണ്ടവൾ 1500 രൂപയ്ക്ക് ഇവിടെ എത്തിക്കൂലേ? ചൊവ്വയിലേക്ക് ഓട്ടോറിക്ഷയോ? കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഉമ്മളത്തൂരല്ലേ? അല്ല, വൈറ്റില. എനിക്ക് വയ്യ. അല്ലേലും ഒരു ടൂറ് പോവേണ്ട വണ്ടിയാടോ അത്. അയ്യോ, ചൂടെടുത്തതിന് ഒരു ഫാനില്ല, ഒരു സിനിമ വെക്കൂല ടിവിയില്. ഒക്കെ പോട്ടെ, ഇതിനകത്തൊരു വേൽമുരുക പാട്ടില്ലാത്ത ഏതെങ്കിലും ടൂർ വണ്ടികൾ ആരെ കണ്ടിട്ടോ? എന്തായാലും സേഫ് ആയിട്ട് ഇവിടെ എത്തിയില്ലേ? ഒക്കെ പോട്ടെ, മൂത്രമൊഴിക്കാൻ പറ്റാതെ ഉടുമ്പ് നിൽക്കുന്ന പോലെ അള്ളി പിടിച്ചാ ഞാൻ ഇതിന്റെ അകത്ത് നിന്നറിയോ? എനിക്കറിയാ എന്താ ഇതിന്റെ അകത്ത് കക്കൂസ് ഇല്ലാത്തെന്ന് എനിക്കറിയാം. ഈ കക്കൂസിന്ന് വെള്ളം വീണിട്ട് വേണം ഇതിന്റെ മൂട്ടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് ഞാൻ. ദയവ് ചെയ്ത് എന്റെ കാമുക്ക് എങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും പറയില്ല. പൊട്ടത്തരം. ചൊവ്വയിലെത്തി, ഈ പറഞ്ഞ ഇവിടെ എത്തി. എനിക്ക് ചൊവ്വയൊക്കെ പരിചയപ്പെടുത്തിത്ത. അതാണോ? അത് കണ്ടോ?
അതാണ് ആകാശഗംഗ. അയ്യോ എനിക്ക് കാണണ്ട. ഒരു പാവത്താത്രി കുട്ടീനെ 4 തമ്പൂരിമാര് ചേർന്നിട്ട് കുളത്തില് മുക്കി കൊന്നിട്ടുള്ള സിനിമ എനിക്ക് കാണണ്ട. ഓ, അത് വിനയന്റെ സിനിമ ആകാശഗംഗ. നോക്ക്, അത് കണ്ടോ? അതാണ് ഭൂമി. ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരാൻ 1 വർഷം എടുക്കും. അപ്പൊ എന്റെ മൂത്ത മോൾക്ക് ഇങ്ങനെയാ ഭേദം. സുഖുവിന്റെ കൂടെ 2 ദിവസം കൊണ്ട് ഊട്ടി ചുറ്റി വന്നത്. ഇതാ ഞാൻ പറഞ്ഞത്. ഓള് വന്ന് അതൊക്കെ എന്താ ഗ്രഹങ്ങളോ? അതാ എനിക്ക് നിങ്ങളോട് പറയല്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? സൂര്യൻ, ശുക്രൻ, ബുധൻ, ചൊവ്വ. ഒറ്റ അടിയാന്നുണ്ടല്ലോ. ചൊവ്വ കഴിഞ്ഞാണ് ബുധനിരിക്കുന്നത്. ബുധൻ കഴിഞ്ഞിട്ടാണേ ചൊവ്വ. ഇന്ന അത്ര പൊട്ടത്തിയാക്കല്ലേ. ചൊവ്വ കഴിഞ്ഞാണ് ബുധനിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, ചൊവ്വാഴ്ച പാത്രക്കാരൻ വരും, ബുധനാഴ്ച അണ്ണാച്ചി വരും, ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ബുധനിരിക്കുന്നത്. ഞാൻ ഈ ഗൃഹത്തിന്റെ കാര്യമാണ് തള്ളയെ പറഞ്ഞത്. ഞാൻ എന്റെ ഗൃഹത്തിൽ നടക്കുന്ന കാര്യ പറഞ്ഞ്. ചിരിക്കണം കേട്ടോ, രണ്ടും കൂടെ ചെയ്യാൻ പറ്റൂല. പൊന്നെ ദയവ് ചെയ്ത് അതാ ഞാൻ പറഞ്ഞു. അവൾ ഇങ്ങോട്ട് കേറി വരുമ്പോ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും പറയല്ലേ. ഞാൻ ശ്രമിക്കാം. അങ്ങോട്ട് നോക്കല്ലേ, ഏതൊരു ജീവി എന്നെ തിന്നാൻ വരുന്നുണ്ട്. തിന്നാനോ? അയ്യോ, അതാ എന്റെ കാമുകി ലില്ലി. കണ്ടിട്ടൊരു ഓന്തിന്റെ ലുക്ക്. ഞാൻ കണ്ണില് ലാവി ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. അതാണ് കണ്ണിൽ എണ്ണയല്ലേ ഒഴിക്കാറ്? ഇവിടെ എണ്ണ കിട്ടൂലല്ലോ, ലാവയല്ലേ കിട്ടുള്ളൂ. നല്ല ഫലിതം. പേടിക്കണ്ട, അതാ പരിചയമില്ലാത്ത ആളെ കാണുമ്പോഴേ ഓള് സ്കാൻ ചെയ്യുന്നതാ. MRI എടുക്കാൻ വന്നല്ല, അതിനോട് പറഞ്ഞു കൊടുക്കാം. അതെ അതെ, അതെന്റെ അമ്മമ്മയാ. അമ്മമ്മക്ക് ചൊവ്വയിലേക്ക് സ്വാഗതം ഉണ്ട് ട്ടോ. മോൻ എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട് ട്ടോ. കേട്ടോടാ, നല്ല കേരള തനിമയുള്ളട്ടം. ആട്ടോ ആട്ടോ? അതിഥികളല്ലേ നമ്മള്, അതുകൊണ്ട് ആടാൻ പറയായിരിക്കും. ഞാനോ ആട്ടമാ, കനകാട്ടമാ. അത്ര മതിയോ? ആയ കാലത്തെ നന്നായിട്ട് അഴിഞ്ഞാടിയതാ. ഒരു മിനിറ്റ് ട്ടോ. ആയിക്കോട്ടെ ട്ടാ. എന്റെ അമ്മമ്മക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഈ പറഞ്ഞില്ലല്ലോ. എന്താ സുഖം? ഭ്രാന്ത്. ഇവിടെ നല്ല ആശുപത്രി ഉണ്ട്, ഒരൊറ്റ ഷോക്കില് തീരൂത്. മോളെ അമ്മമ്മേ, എന്നെ അനുഗ്രഹിക്കണേ. അങ്ങോട്ടൊക്കെ 1 മീറ്റർ പാലുണ്ടതായിന്. അത് കൊഴപ്പല്ല, നിങ്ങൾക്ക് 1 മീറ്റർ നീളല്ല നാവില്ലേ, രണ്ടും കൂടി സിങ്ക് ആയിക്കോളൂ. ഞങ്ങൾ രണ്ടും ഒന്ന് പറഞ്ഞിരിക്കട്ടെ. ഈ പോയിട്ട് എന്തേലും കണ്ടുപിടിക്കുക, അതിനല്ലേ ഇങ്ങോട്ട് വന്നത്. മോളെ, കുന്നുംപുറത്തെ പാറൂട്ടി അസംബ്ലി ഉണ്ട് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ അസംബ്ലിക്ക് പാട്ട് പാടും. അപ്പൊ അമ്മല്ലേ പറഞ്ഞത് കുന്നുംപുറത്ത് പാറ പൊട്ടി? അയ്യോ, ഈ പോയി കണ്ടുപിടിച്ചോ. എന്റെ പേരാ പറഞ്ഞു, കുന്നുംപുറത്ത് പാറൂട്ടി. മോളെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അമ്മ ഇവിടുത്തെ തൊഴിലുറപ്പിലെ ADS ആ കാണുന്ന അഗ്നിപർവ്വതം കണ്ടോ? അവിടെ തൊട വെട്ടാനോ? അല്ല, വേറെന്താ പറയില്ലേ? തടവെട്ട. മലയാളം അറിയൂലല്ലോ. പഠിച്ചു വരുന്നേ ഉള്ളൂല്ലേ? ഓൻ ചാറ്റ് ചെയ്ത് പഠിപ്പിച്ചതായി. അപ്പൊ അച്ഛനോ? എനിക്ക് അച്ഛൻ ആരാന്ന് അറിയൂല. എവിടെ പോയി? ഇവിടെ ഉണ്ട്, പ്ലേറ്റ് കളിച്ചതാ. എനിക്ക് അച്ഛൻ ആരാന്ന് അറിയൂല. അപ്പൊ വിത്ത് കുഴിച്ചിട്ടതല്ല, തെനഭാഗി ഉണ്ടായതാ. അമ്മമ്മേ, ജീവന്റെ കണിക, ജീവന്റെ കണിക. നീ അല്ലാണ്ട് വേറൊരു ജീവന്റെ കണിക. നോക്ക് നോക്ക്, ജീവന്റെ കുണുപാവ. എടാ പൊട്ട, അതിന്റെ തലയിലെ പേനടോ. വേറൊന്നും കണ്ടുപിടിക്കും. എന്റെ പൊന്നു മോളെ, ഇവ കണ്ടുപിടുത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയായിട്ട് നടക്കും. ഓൻ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു പണി സെറ്റായി കൊടുക്കണം. ഉദാഹരണം, ഒരു ബാർബർ ഷോപ്പ് ഒക്കെ ഇട്ട് കൊടുക്കണം. അയ്യോ, ഇവിടെ ബാർബർ ഷോപ്പ് പറ്റൂല. ഇത് ചൊവ്വല്ലേ, എന്നും അവധിയായിരിക്കും. അടുത്ത ചള്ളി. അത് പോട്ടെ, ഇതുണ്ടല്ലോ മോളെ കയ്യിലേക്ക് വെക്കണം. എന്താ അത്? ഭൂമിന്ന് ഒരുപാട് പേര് ഒപ്പിട്ട നിവേദനം അവിടുത്തെ ചൊവ്വ പഞ്ചായത്തിൽ ഒന്ന് കൊടുക്കണം. എന്താണ്? എന്തിനാ? ഭൂമിയിൽ ചൊവ്വാദോഷമുള്ള പെണ്ണുങ്ങൾ എല്ലാരും കൂടെ എഴുതി തന്നതാ ചൊവ്വാദോഷം മാറാൻ. അതൊന്ന് തീർത്ത് കൊടുക്കണം. ആദ്യം എന്റെ ചൊവ്വാദോഷം ഒന്ന് മാറട്ടെ. അമ്മമ്മേ, നിങ്ങൾ പറഞ്ഞില്ലേ ചൊവ്വയില് വെള്ളല്ലാന്ന്? കണ്ടോ, ചൊവ്വയില് ചോന്ന വെള്ള. ഉണ്ടല്ലേ, ആ പൊട്ടന്റെ
സന്തോഷം കണ്ടോ? അതിന്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ പറയും ഞാൻ തുപ്പിയ മുറുക്കാനാണ്. സന്തോഷിച്ചോട്ടെ. എടി നമുക്ക് ജീവിക്കേ ഇത് മതി. എന്തിന്റെ തുപ്പലോ? ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെയോ മലേ. മുത്തിനു പകരം നൽകും മുന്തിരിവള്ളിയൊച്ചയെടുത്തു വരുമ്പോൾ കാതിനു തേന്മഴയല്ലേ. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. അലകടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെയോ മലേ. ഒരു പാവം വയോധിക ഇവിടെ നിൽക്കുമ്പോ അവരിവിടെ ത്രിവേണി സംഗമം നടത്തുന്നോ? എന്തായാലും ഇതുവരെ ആയി. ഉള്ളതാവട്ടെ. മോളെ കുറച്ച് ഏലിയച്ചികളെയും കൂട്ടി അടുത്ത ഞായറാഴ്ച ഞങ്ങളെ ഒന്ന് അടുക്കള കാണാൻ വരണം. കാണിക്കാൻ പറ്റിയ സാധനം അടുക്കള. എന്താണ് അടുക്കളയ്ക്ക് കുഴപ്പം? അയ്യോ, പെണ്ണിനെ കോച്ചിപ്പിടുത്തം വന്നു തോന്നുന്നു. എന്താ പറ്റിയത്? അതെ ലില്ലി, അവിടുന്ന് ഒരു പേടകല്ലേ വരുന്നേ. ഒരു പേടകല്ലേ വരുന്നു. പോയി വണ്ടി സ്റ്റാർട്ടാക്കടാ. വണ്ടി സ്റ്റാർട്ടാക്ക. പെണ്ണനങ്ങുന്നില്ലല്ലോ. അയ്യോ, പേടകം വരുന്നുണ്ടേ. സ്റ്റാർട്ടാവുന്നില്ല. എന്റെ കൈകൾ പൊള്ളുന്നു. നിങ്ങൾ തന്നെ ഉന്തിക്കൈ കാളവണ്ടി. അവൻ ഇടയ്ക്ക് പരസ്യം കളിക്കുന്നു. മര്യാദക്ക് ശരിയാക്കട. അയ്യോ, പേടകം വന്ന്. പേടകം. പൊട്ടിച്ച് 150 കുടുംബശ്രീ പെണ്ണുങ്ങൾ വന്ന് തളർന്നില്ലേ പാറോട്ടി. എന്നിട്ട് അപ്പൊ ഒരു പേടകം. അടിപൊളി. എന്ത് ക്രൂരതയായി കാണിച്ചത്. എന്റെ അച്ഛനും അമ്മയും പണി കഴിഞ്ഞ് വരുന്ന പേടകല്ലേത്. എപ്പോഴും അസംബ്ലിക്ക് ആരും ഇവിടുത്തെ ഹെഡ് മാഷോ? ഇവിടെ രണ്ടെണ്ണത്തിന് ചവിട്ടി താഴ്ത്താനുണ്ട്. യോളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ ശനിയിൽ കാണും. പോട്ടെ, തോട്ടി മതി. നല്ല നല്ല കൈഡി വരട്ടെ. ഒരു ഫ്യൂച്ചറിസ്റ്റിക് സ്കിറ്റ് ആയിരുന്നു അല്ലേ നസീർക്ക? അതെ, ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. അടിപൊളിയായി. നിങ്ങളുടെ ഇത് എത്രാമത്തെയാണ് ഒരു സെക്കൻഡ് വരവ്? അതായത് ആദ്യം ഒന്ന് വന്ന് പോയതിനു ശേഷം ഇത് എത്രാമത്തെ വരവ്? 3, 4, നാലാമത്തെ വരവ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ മാറ്റങ്ങളുമായിട്ടാണ് നിങ്ങൾ വരുന്നത്. താങ്ക് യു. നിങ്ങളുടെ അവതരണത്തിലും നിങ്ങളുടെ സ്കിറ്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ പുതുമകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അടങ്ങുന്ന കൗണ്ടറുകളും അതിൽ നിന്നൊന്നും വിട്ടുമാറാതെ നിൽക്കുന്നത് വല്യമ്മ മാത്രമാണ്. വല്യമ്മ ഭൂമിയിലാണോ ചൊവ്വയിലാണോ? വല്യമ്മ നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഗ്രീഷ്മയുടെ മാറ്റങ്ങൾ ഒരുപാട്. ഗ്രീഷ്മ മാറി. ഗ്രീഷ്മയുടെ ആ പഴയ കരച്ചിലും ആ നാണവും ആ പേടിയും എല്ലാം ഏലിയനായി. അതെ, നല്ല രസമുണ്ടായിരുന്നു. 3 പേരും നല്ല കൗണ്ടറുകളാണ് കേട്ടോ ഉള്ളതെല്ലാം. നല്ല കൗണ്ടറുകളാണ്. പിന്നെ ഇത് നമ്മൾ ഈ തമാശ നല്ലപോലെ ഉണ്ടെങ്കിൽ, ഒരുപാട് ചിരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ലോജിക്കേ ശ്രദ്ധിക്കുന്നില്ല. ലോജിക്ക് നോക്കാതെ എങ്ങ് പറയാണ് ഗംഭീര സ്കിറ്റായിരുന്നു. താങ്ക് യു. അടിപൊളിയായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. ഇതേപോലെ ആവണം ഇനിയും മുമ്പോട്ടുള്ള യാത്ര. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ട. ജെയിംസ് ക്യാമറോൺ ഒരു 10-15 വർഷം എടുത്തിട്ടാണ് അവതാർ പോലൊരു സിനിമ നമ്മളിലേക്ക് എത്തിച്ചതും അത് നമ്മളെ അങ്ങനെ ഒരു വേൾഡിൽ നമ്മളെ എത്തിച്ചത്. നിങ്ങൾ വെറും 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാവരും ചൊവ്വയിലെത്തിച്ചു, ഞങ്ങളെയൊക്കെ എൻജോയ് ചെയ്യിച്ചു. ഒരു ഫാൻറ്റസി വേൾഡിലെത്തി ഞങ്ങളെയൊക്കെ എൻജോയ് ചെയ്യിച്ചു. അതിനൊരു സ്പെഷ്യൽ ഗൈഡ് തന്നേ പറ്റത്തുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമിയിലുള്ള ചൊവ്വാദോഷക്കാർ പെണ്ണുങ്ങളെല്ലാരും കൂടി ഒപ്പിട്ടിട്ട് അത് കൊണ്ടുവരാൻ കാണിച്ച അമ്മമ്മയുടെ മനസ്സുണ്ടല്ലോ. അതെ അതെ അതെ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫാൻറ്റസി വേൾഡ് ഞങ്ങൾ ചിരിപ്പിച്ച് ഞങ്ങളെ ഫാൻറ്റസി വേൾഡിൽ കൊണ്ടുപോയി. താങ്ക് യു പ്രസാദേട്ടാ. എൻ്റെ വീട്ടിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ ടെലിഫോണിൽ ബെല്ലടിച്ചു. അപ്പം ഞാൻ എൻ്റെ ഇളയ മോളെടുത്ത് പറഞ്ഞു, അവളൊന്ന് 3ാം ക്ലാസ്സിലാണ്, അതാരാന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവളെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഏലിയൻ വിളിക്കുന്നു. ഞാൻ ഏലിയൻ എന്നെ വിളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് മൊബൈൽ നോക്കിയപ്പം അളിയൻ എഴുതിയേക്കണേ. പെടുന്ന ആ ഒരു കാര്യം ഓർത്തുന്നേ ഉള്ളൂ. ഏതായാലും ഗംഭീരമായ നിങ്ങളുടെ ഒരു ഐഡിയ, നിങ്ങളുടെ ഒരു വിശാലമായ ചിന്ത. കാരണം നമ്മളൊന്നും മനസ്സിൽ ചിന്തിക്കാത്തൊരു സബ്ജക്റ്റാണ് നിങ്ങളടുത്ത് ചിന്തിച്ചിരിക്കുന്നത്. എന്നാലും ഏലിയനാണെന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ ചെന്ന് എന്ത് കോമഡി കാണിക്കാൻ നിങ്ങൾക്ക് എന്ന് ഞാൻ ധരിച്ചു. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഐഡിയ, മനസ്സിലെ ചിന്തകളുടെയൊക്കെ വളരെ മുകളിലോട്ട് പോയി. നിങ്ങൾ കൗണ്ടറിൻ്റെ മുകളിൽ കൗണ്ടറായിരുന്നത്.
ബാക്കി നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം അത്രയും ഗംഭീരമായിട്ട് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും നിങ്ങളുടെ ഇമാജിനേഷനും ഉഗ്രനമായ ഒരു കയ്യടി. ഓൾ ദി ബെസ്റ്റ്. ബാക്കിയുള്ള നിങ്ങളുടെ പെർഫോമൻസും ഗ്രീഷ്മ എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്, അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു ഡാൻസ് നിങ്ങൾ അതിനകത്ത് കയറ്റി, അതൊരു പ്രത്യേക വെറൈറ്റി ആയിരുന്നു അതിനിടയ്ക്ക് കേട്ടാ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ അത് നമ്മുടെ നാട്ടിലെ ആനുകാലികതയും ചൊവ്വാദോഷവും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ അസുലഭ അവസരം നിങ്ങൾക്ക് തരാൻ പോവാ. നോർമലി മനുഷ്യർക്കാണ് മാർക്ക് കൊടുക്കുന്നത്, ഏലിയന് മാർക്ക് കൊടുക്കാനുള്ള അവസരം ഉണ്ട്. പ്രസാദ് പ്ലീസ്. ഞാനൊരു 15 തുടങ്ങി. ഓക്കെ, 15,000 രൂപ തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ. രണ്ടാമത് ആരാണ്? ഞാൻ ഒരു 16,000 രൂപ. അപ്പൊ 31,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക നിലവിലായിട്ടുണ്ട്. ബാക്കി ഇതാ ടോട്ടൽ 1,00,000 രൂപയുടെ ഗോൾഡൻ പഞ്ച്. ഒരാള് 15ഉം ഒരാളും അല്ലേ 16 ഒക്കെ തന്നപ്പോ ഇതൊരു 19,000 രൂപയ്ക്ക് ഒതുങ്ങുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവരൊന്ന് ഞെട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. ഇത് ഞങ്ങളുടെ ജഡ്ജസിന്റെ ചെറിയൊരു ഞങ്ങൾ നിങ്ങളെ ചൊവ്വ എത്തിച്ചില്ലേ? ഓക്കെ, ടീം കാലിക്കറ്റിലെ അടുത്ത ഗോൾഡൻ പഞ്ച്. അത് ഓൾറെഡി പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, വിട്. സന്തോഷം. പ്രതീക്ഷിച്ചില്ല. ഇനി ശരിക്കുള്ള മാർക്ക് കൊടുക്കാം അല്ലേ? അവിടം വരെ അവര് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതാണ്. അതെ, പക്ഷെ അതിനുള്ളതുണ്ട്. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയല്ലോ, അതിനും കൂടെ ഉള്ള മാർക്ക്. അതിനും കൂടെയാണ് ആ മാർക്ക്. അല്ല സാർ, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇതെങ്ങനെ റൂട്ടാക്കണം, എങ്ങനെ ഇത് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഇത് കൊണ്ടുവരണം, എന്നാൽ ഇത് എല്ലാവർക്കും കൺവേ ആവണം, അങ്ങനത്തെ രീതിയിൽ പ്രസന്റ് ചെയ്യണം. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പോകും, അവരുടെ അടുത്ത് അവർ വൃത്തിയായിട്ട് കുറച്ച് റൂട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് എന്നാൽ ഇത്ര ഒരിക്കലും ഏട്ടാ എന്താ ഏട്ടാ എന്താ ഏട്ടാ എന്താ അപ്പൊ അറിയാൻ വയ്യ. പോയ കിളി തിരിച്ചു കൊണ്ടുപോടാ, 2 വാക്ക് പറഞ്ഞിട്ട് പോടാ. ഭയങ്കര സന്തോഷം. ഞാൻ എന്താ പറയുക, ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ഇമോഷണൽ ആയിപ്പോ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മുടെ ഈ ഫ്ലോറിലൊക്കെ കേട്ടോ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മലബാറിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരേ ഒരു ടീമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഏരിയ മൊത്തം കവർ ചെയ്യേണ്ടത് നിങ്ങളാണ്. അതെ, ആ ഏരിയ ലയിപ്പിച്ചേക്കുവാ. നിങ്ങളെ ലയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ വരുന്ന വരവിന്റെ അപ്പുറമായിരിക്കണം എല്ലാം. അപ്പം ടീം കാലിക്കറ്റിന് ഒരു നല്ല ഗൈഡ് കൂടി. താങ്ക് യു. അപ്പൊ അമ്മമ്മേ വേഗം പോയിക്കാളി, അടുത്ത പരിപാടിയായിട്ട്. ഓക്കെ, ഗവേഷണമൊക്കെ പെട്ടെന്ന്. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത സ്കിന്നോട് വിളിക്കാം അല്ലേ? മണിക്കുട്ടൻ ചേട്ടനുണ്ട്, മായുണ്ട്, ബിജോർഗി ചേട്ടനുണ്ട്. ഒരു കൈഡി വന്നേ, കൈഡി. ഇതാണ് ചേട്ടന്റെ വീട്? അയ്യോ, ഇതാണ് എന്റെ വീട്. എന്റെ പൊന്നി കേട്ടാ, എന്തോ സന്തോഷമുണ്ട്. സത്യം പറയാം, നാടൻ പാട്ടിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ റോഡിൽ ഇങ്ങനെ ഒന്ന് വിഷമിച്ച് നിൽക്കുക. എങ്ങനെ ഇങ്ങോട്ട് ഇത്രയും ദൂരം വരും? പൊട്ടിപ്പൊളിഞ്ഞ റോഡിലോട്ട് ഒരു മനുഷ്യൻ വരത്തില്ല. ദൈവദൂതനെ പോലാണ് ചേട്ടൻ വന്നത്. ഇല്ല, ഞാനാണ് അങ്ങോട്ട് നന്ദി പറയാനുള്ളത്. കാര്യം എന്താണെന്നറിയാമോ, ഞാൻ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു നാടൻ പാട്ട് കലാകാരനാണ് ചേട്ടാ. ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ എത്ര സ്റ്റേജ് കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? സത്യം. എന്റെ പേരറിയായിരുന്നോ അന്നേരം? എന്റെ പേരറിയായിരുന്നോ? ചേട്ടന്റെ പേര് കൂന്തള്ളൂർ വിക്രമൻ. കേരളത്തിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കൂന്തള്ളൂർ വിക്രമനെ? പിന്നെ ചേട്ടന്റെ ചക്കക്കുരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കക്കുരു അല്ല, മറ്റേ ചേട്ടൻ ഇങ്ങനെ കാണിക്കൂലേ സ്റ്റേജിൽ നിന്ന്? ചക്കക്കുരു, ചക്കിപ്പരുന്ത്. ഈ ചക്കിപ്പരുന്ത് കാണാൻ ഞാൻ എത്ര സ്റ്റേജ് എന്നറിയാം ഓടി വന്നിട്ടുള്ളത്. അത് തന്നെ. ഞാൻ ഇത്രയും വെപ്രാളം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുവാ പറ? എന്റെ കല്യാണം കഴിഞ്ഞ് ഇന്ന് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ വെപ്രാളമാണ്. ഷാമിയാനൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടോ? കണ്ടു. ഇന്ന് പ്രോഗ്രാമിന് ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവളെ ആക്കിയിട്ട് അപ്പോഴേ എന്റെ പ്രോഗ്രാമിന് അങ്ങ് പോയി. ഇപ്പൊ എന്നിട്ട് 2 മണിക്കാണ് വരുന്നത്. ഇനി 5 മണിക്ക് എനിക്ക് തിരിച്ചു പോകണം. ഇത്ര സമയമുള്ളൂ ഇവിടെ? ഇനി എനിക്ക് ചെയിൻ പ്രോഗ്രാമാണ്. നാളെ ഇരുട്ടി. ഓ, അപ്പൊ ഇന്നും ഇരുട്ടി? അതല്ല ഞാൻ പറഞ്ഞേ, നാളെ കണ്ണൂർ ഇരുട്ടി. അത് കഴിഞ്ഞാൽ തൃശ്ശൂര് മാഹി. 10-14 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പൊ 5 മണിക്ക് പോകണ്ടേ? മണി 2 കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ചേട്ടൻ എന്റെ വലിയൊരു ആരാധകനാണ്. അപ്പൊ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടണം പ്ലീസ്. എളുപ്പം കാലത്ത് സമയം എത്രയാണ്? കല്യാണം കഴിഞ്ഞ് രാത്രി പോലും ആഘോഷിക്കാത്ത പരിപാടിക്ക് പോയിട്ട് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. 2 വരി പ്ലീസ്. നമുക്ക് പിന്നെ പാടാൻ ചേട്ടാ. ഞാൻ 2 വരി പ്ലീസ്. ഒരു ആരാധകനല്ലേ പറയുന്നു, പ്ലീസ്. കാട്ടിലെ പാൽമുളം തണ്ടിൽ നിന്നും
പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ലാസ്റ്റ് പറഞ്ഞ തവള എവിടെയുള്ള ചേട്ടാ? തവളെ പാലാഴി തീർത്ത ഞാൻ വെറുതെ ഒരു അനക്കിട്ടത്. ശരി എന്നാ. അല്ല ചേട്ടാ, ചേട്ടാ അങ്ങനെ ചാടിക്കാറ് പൊക്കളരുത്. ഞാൻ ചേട്ടന്റെ വലിയൊരു ഫാനാണ്. എന്നെക്കാളും വലിയൊരു ഫാൻ എന്റെ വീട്ടിലുണ്ട്. എന്ത് വില കൊടുത്ത് വാങ്ങിച്ചതാ? വില കൊടുത്ത് മാറ്റല്ല, എന്റെ അമ്മ തങ്കമ്മ. ചേട്ടൻ അമ്മയ്ക്കൊരു ഉമ്മ. ഓക്കെ, അങ്ങനെ പോയാൽ പറ്റില്ല, അമ്മ പിണങ്ങും. ഒരു വീഡിയോ കോള്, ജസ്റ്റ് ഒരു വീഡിയോ കോൾ. 1 മിനിറ്റ് ചേട്ടാ, സമയം എനിക്കറിയാം. 5 മണിക്ക് പോണ ഇപ്പൊ തന്നെ 2:15 കഴിഞ്ഞു. ഒരു വീഡിയോ കോൾ ഒന്ന് അമ്മയെ വിളിച്ചോട്ടെ. അമ്മ, അയ്യാ അമ്മ, അമ്മ ആണ്ട കൂന്തള്ളൂര്. ആരാണ് അവിടെ കടന്ന് കൂന്തളിക്കുന്നത്? അയ്യോ, കൂന്തളിക്കണല്ല, കൂന്തള്ളൂര് വിക്രമേണ്ണ. അമ്മ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഗായകി നമ്മളെ വണ്ടി കയറി. അമ്മ, ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മ 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 ഹായ്. ആരവൻ? പാതിരാത്രി 2 മണിക്ക് മനുഷ്യനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനായിട്ട്. അമ്മ, മറ്റേ ചക്കിപ്പരുന്തൊക്കെ കളിക്കുന്ന അണ്ണൻ. വയ്യാടാ ഇവന് വയ്യേ. വെച്ചിട്ട് പോടാ, മനുഷ്യന് ഉറങ്ങണം. സംഭവം എന്തിനെന്നറിയാ? അണ്ണ മറ്റേ ചക്കിപ്പരുന്നിന്റെ മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട് നിന്നാലല്ലേ അമ്മയ്ക്ക് അറിയാൻ പറ്റും. അതാണ്. എന്നാ പിന്നെ ആയിക്കോട്ടെ, സന്തോഷം. മറക്കില്ല ജീവിതത്തിൽ ഒരിക്കലും. ആയിക്കോട്ടെ. പിന്നെ ആദ്യരാത്രി ആശംസകള്. എന്റെ ദൈവമേ, കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച ഭയങ്കര ജാടയും പോരും, ഭയങ്കര ഇതായിരിക്കും. ഇതെന്തോന്ന് സിമ്പിള്. ഇരിക്കണ വണ്ടി കണ്ട, എനിക്കിഷ്ടപ്പെട്ട കൂന്തള്ളൂർ വിക്രമൻ എന്ന കലാകാരനെ കയറ്റിയ വണ്ടിയാണ് ഇത്. സാധാരണ വണ്ടിയല്ല, ഇത് പുണ്യം ചെയ്ത വണ്ടിയാണിത്. ഇത് പുണ്യം ചെയ്ത വണ്ടി. ഈ വണ്ടി പുണ്യം ചെയ്ത വണ്ടി. ഈ വണ്ടി പുണ്യം ചെയ്ത വണ്ടി. ഈ വണ്ടി അത് പുണ്ണാക്കില വണ്ടിയാണ്. കാട്ടാവുന്നില്ല. അയ്യോ, ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഗുരുവില്ലായിരുന്നല്ല. അയ്യോ, എണ്ണ കടന്ന് തുളുമ്പിണ്. അയ്യോ, എന്നിട്ടെന്ത് സ്റ്റാർട്ടാവാത്ത? അയ്യോമേ, ഇത് ഏത് ഏരിയയാണ്? വിളിച്ചാ വല്ലോം തോന്നുമോന്ന് തോന്നാതെ അവരെ ഫസ്റ്റ് നൈറ്റ്. വിക്രമണ്ണ, അച്ഛാ, വിക്രമണ്ണ ഒന്ന് വിളിക്കുമോ? ഞാൻ ഇപ്പൊ കൊണ്ടാക്കിയിട്ട് പോയത് വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അച്ഛാ, ഒന്ന് വിളിച്ചോണ്ടോ അച്ഛാ. അയ്യോ, എന്തടാ സ്റ്റാർട്ട് ആവാത്ത? ഇത് സ്റ്റാർട്ട് ആവണില്ലല്ലോ. വിക്രമണ്ണായിരുന്ന ഇത്? അപ്പൊ ബിഗ് ആയിരുന്നു മൊത്തത്തില്. പ്ലീസ് പറയരുത്. നമ്മളായിട്ട് പറയില്ല. എന്താ കാര്യം? വണ്ടി സ്റ്റാർട്ട് ആവണില്ല. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല? ഇല്ല. ഇത് പിടിച്ചാ സ്റ്റാർട്ട് ആവോ? അതല്ല, ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. അടിച്ചു നോക്ക്. ഓ, എനിക്ക് പോയിട്ട് കാര്യങ്ങളുള്ള. ഇതെവിടെയാണ്? കണ്ട് ഇവിടെയാണ്, ഇപ്പുറം തന്നെ. അതുപോലെ പറഞ്ഞൂടാ. അതെ, കൊറേ കണച്ച അടിച്ച തന്നെ ഞാൻ സ്റ്റാർട്ട് ആവണില്ല. അത് എടുക്കണില്ല. ഞാൻ ഇതിപ്പോ എന്തോ ചെയ്യത് അണ്ണാ? ഒരു വർക്ക്ഷോപ്പ് ഇവിടെ എല്ലാം തുറന്നിരിക്കണമെങ്കിലേ ഒന്ന് പെട്ടെന്ന്. ഈ 2-2:30 സമയത്ത് എവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്? 2:30 മണി ഒരു വർക്ക്ഷോപ്പ് മേശിരി കിട്ടുമോ? ഈ സമയത്ത് എവിടെ കിട്ടാനാണ് എന്റെ സുഖു? മണി ഒരുപാടായി. പ്ലീസ്, നിങ്ങൾ വിചാരിച്ച കിട്ടാത്ത വർക്ക്ഷോപ്പ് മേശിരിയാ? വലിയ ഗായകം വിളിച്ചു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് മേശിരി. പ്ലീസ്, നിങ്ങളുടെ കാര്യം ചെയ്യും, ഇത് തള്ളി ഉരുട്ടി കൊണ്ടുപോ. മൊത്തം കയറ്റുവാണത്. അത് തന്നെ, ആ കയറ്റത്തൊന്ന് തള്ളി കയറ്റി. അണ്ണനെ കയറ്റിയില്ല, മറ്റേ കുരിശടി. അവിടം വരെ ജസ്റ്റ് ഒന്ന് തള്ളി തരുമോ? ഞാനാ അവിടം വരെ വരുമ്പോ നേരം എടുക്കത്തില്ല. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വരും? തിരിച്ചിങ്ങോട്ട് ഇറക്കുമല്ലേ, ഞാൻ കൊണ്ടാക്കാം. അണ്ണാ, എന്തെങ്കിലും ഒരു കോമഡി താണത്. എന്ത് വഴിയാണ് ഇത്? എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ട് പോകും? ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടന്നോട്ടെ. ഈ സൈഡ് ഇവിടെ ഒരു കാര്യം, നീ അകത്ത് കയറി കട, എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യ, അണ്ണന്റെ എന്തിനാ പറയണത്? ഞാൻ അകത്ത് കയറി കിടന്നാ പിന്നെ അണ്ണൻ വിളി പോയിച്ച് പോവാൻ നോക്ക്. അതൊരു സംസാരം. പിന്നെ ഞാൻ എന്താ പറയണ്ടത്? എന്തൊരു സംസാരം അത്? എന്തൊരു പോവാൻ നോക്കുന്നു? പിന്നെ അണ്ണാ, നിങ്ങൾ അവിടെ നിന്ന് കൈ കാണിച്ചപ്പോ ഞാൻ ഇവിടെ വരെ ആക്കിയോണ്ട് ഞാൻ ഇനിയിപ്പോ നിങ്ങളെ ചുമന്ന് അവിടെ കൊണ്ട് നാക്കണോ? അതൊരു സംസാരം അണ്ണാ. പിന്നെ ഏത് സംസാരിക്കട്ടെ? അവിടെ എന്തുമാത്രം വണ്ടിക്ക് കൈ കാണിച്ച് ബാക്കി ഇരുന്ന് കുണുകുണ സംസാരിച്ച ഒറ്റ വണ്ടി പോലും നിർത്തിയില്ലടാ മക്കളെ. നീയാണ് നിർത്തിയത്, നീയാണ് ദൈവം എന്ന് പറഞ്ഞാ അത് ഇവിടെ കൊണ്ടുവന്ന വേണ്ടി പറഞ്ഞു. ഞാൻ ഇവിടെ നിർബന്ധിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയിൽ പാടിയിട്ടുണ്ടോ? മനുഷ്യ സിനിമയിൽ പാടിയിട്ടുണ്ടോ? വിളിക്കൂല, അതാണ്. നന്ദിയില്ലാത്ത ജന്മം. ഒന്നുമില്ല, എന്നെ സിനിമയിൽ എടുക്കാൻ ഒരാൾ വന്നേക്കുക. അതല്ല ഞാൻ പറഞ്ഞത്, എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കിയില്ല സ്കൂട്ടറിൽ ഒരാള്. സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്ന അയാൾ പോയി ഇവിടെ കിടക്കണമെന്ന് അവന്. അവിടെ എങ്ങനെ കിടക്കാൻ പറ? അയാളോട് പോകാൻ പറ. അയാളെ പോകാൻ പറയാനോ? പോകാൻ പറയാനല്ല, അയാളോട് പോകാൻ പറ. അയാളോട് പോകാൻ പറഞ്ഞിട്ട് പോകണ്ടേ? ഞാൻ പറയാം ചേട്ടാ. രാത്രി സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. അയ്യോ, അതല്ല, സുഖേട്ടനല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. കാഞ്ചനയുടെ മോള്.
കാച്ചിലിന്റെ മുളവാ. അയ്യോ കാച്ചിന്റെ മുളകല്ല, കാഞ്ചനയുടെ മകള് വടക്കേ പുറത്തെ. അയ്യോ 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 എന്താ അയ്യോ അയ്യോ മനസ്സിലായ ആരെന്ന്? പിന്നെ എന്റെ ഭാര്യ. കാഞ്ചന മാമിയുടെ മോള് വാവച്ചി. കൊച്ചിലെ കൊറേ ആട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത്. കൊച്ചു പിള്ളേല്ലേ അത് കൊച്ചിലെ അല്ലേ? ഇപ്പൊ ഞാൻ ആട്ടിക്കോളാം. അയ്യോ സുഖേട്ടാ, ഇതെന്റെ ഭർത്താവ് വിക്രമൻ. നിന്റെ ഭർത്താവാ? ഞാൻ അറിയാതെ എന്തൊക്കെ ദേഷ്യം വന്ന് സംസാരിച്ച് വണ്ടി സ്റ്റാർട്ടായില്ല. ഞാനല്ലേ കൊണ്ടാക്കിയത്. ആരുമില്ല, അതൊക്കെ വിക്രം ചേട്ടൻ അറിയാഞ്ഞിട്ടായിരിക്കും. മാഷേ അറിയാതെയാണ്, ക്ഷമിച്ചേക്കണം. ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോറേ. വാവച്ചി, നീ അണ്ണന്റെ ആൾത്തോട്ട പോതി കണ്ടിട്ടുണ്ടാടി? ഇല്ല, ഞാനിപ്പോ കയറി വന്നല്ലേ ഉള്ളൂ. അതൊരു പാട്ടാണപ്പി അത്. അയ്യോ പാട്ടായിരുന്നോ? അതല്ല, വേറൊരു ഐറ്റം ഉണ്ടെന്ന്. അണ്ണൻ വെള്ള ചൂപ്പയും ചുവന്ന ഷോളക്കാരെ കെറ്റി കൊറേ ഭസ്മം ഇങ്ങോട്ട് വാരി നെറ്റിയിൽ വെച്ചിട്ടൊരു വരവുണ്ട് സ്റ്റേജില്. ആടി ഇറക്കിയിട്ട് കൂടെ അങ്ങോട്ട്. സമയം ഇത്രയായില്ലേ, അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ആകാം. വരും പോകും ഒരു പാടം. വിക്രമേട്ടാ പാട്ടൊന്ന് പാടേണ്ട പാൽക്കാരെ. ഓ പാടണ്ട. വന്തേണ്ട പാൽക്കാരാ അടടാ ഞാൻ കട്ടപ്പെട്ട പോരേ ഇത് പാടി അങ്ങോട്ട് കഴിയണതും ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് പാൽക്കാരന്മാര് അണ്ണന്റെ 4 സൈഡും അങ്ങ് നിരക്കും. അതെന്തിനത്? ആരാധകന്മാര്. അങ്ങനെ എന്നിട്ട് അവരെ പാല് വാങ്ങിച്ച് കുടിച്ചിട്ടേ അണ്ണൻ വീട്ടിൽ പോവുള്ളൂ. സ്ഥിരം മണിയാണ്. അയ്യോ അതൊക്കെ പോട്ടെ. എന്റെ സുഖട്ട പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? ഇല്ല. അതേതായാലും അല്ലെ അരമണിക്കൂർ അങ്ങനെ അങ്ങ് പോയി. എന്താ പറഞ്ഞത്? അല്ല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേ നമ്മൾ മാങ്ങ പറക്കാൻ പോയത്, പിന്നെ വെള്ളച്ചാടിയത്, മീൻ പിടിച്ചത്, ആമ്പൽ പൊട്ടിച്ചത്. ആമ്പല് പൊട്ടിച്ച് സുഖേട്ടിന് ഓർമ്മ ഉണ്ടോ? നമ്മൾ ആമ്പല് പൊട്ടിച്ച് എത്ര നടന്നിട്ടുണ്ട്? അതെ, വിക്രമേട്ട ആമ്പല് പൊട്ടിച്ചിട്ടുണ്ടോ? ഒന്ന് പൊട്ടിക്കണമെന്നുണ്ട്. ആ കണ്ടോ, വിക്രമേട്ടന് വരെ പൊട്ടിക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ ആമ്പല് പറിക്കുമ്പോ ഒരു പാട്ട് പാടാറില്ലേ? നിന്നെ കിടത്തി ഉറക്കി മെല്ലെ. അങ്ങനെ എന്തോരം പാട്ട് പാടിയേക്കണോന്ന് അറിയാവോ? ഈ പാട്ടിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? പിന്നല്ലാതെ എനിക്ക് എല്ലാ പാട്ടിന്റെ അർത്ഥം അറിയാം. അതെ, സത്യം പറഞ്ഞത് കെട്ടിച്ചു വിട്ടതല്ല, ഞങ്ങൾ ഇഷ്ടം കൊണ്ട് ഒളിച്ചോടി പോന്നതാ. അതുകൊണ്ട് കുടുംബക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സുഖോട്ടം മിണ്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് സുഖോട്ടം അറിയിക്കാൻ പറ്റിയില്ല. ഞാൻ ഇടയ്ക്കില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കാൻ കൊണ്ട് എവിടെ പോയി? ഇടയ്ക്കാൻ കൊണ്ട് ഒരിടത്തും പോയെന്നല്ല, ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ ഇവള് ഇള്ള വാവയാണ്. പഠിച്ചിരുന്ന സമയത്ത് എല്ലാരും ഇള്ള വാവയാ. അതല്ല, ഒരു 4ാം ക്ലാസ് ഒക്കെ ആവും. ഇവിടെ എല്ലാ പാട്ട് മത്സരത്തിനും കയറി പേര് കൊടുക്കും. എല്ലാത്തിനും അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? ഇല്ല, അന്ന് നിനക്ക് ഫസ്റ്റ് കിട്ടിയ പാട്ടൊന്ന് പാടിക്കേടി. അതൊക്കെ പിന്നെ പാടാവല്ലോ. അയ്യോ പിന്നെ സുഖേട്ടനെ എപ്പ കാണാനാ? ഇതിന് കിടന്ന് വെപ്രാളം. ഇത് എന്താടാ, ഇത് ലോകം ഇന്നത്തോടെ അവസാനിക്കണ. ഇപ്പൊ പാടാം. അത് ഏതായിരുന്നു? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ ഒച്ചനെ പോലെ ചിരിക്കണം. മനസ്സിലായോ? അച്ഛനെ പോലെ ഇരിക്കണം. അതെ, ഞാൻ ആ പാടിയന്റെ ഫീലിങ്സ് മനസ്സിലായോ? ഇങ്ങോട്ട് വന്നേ. സുഖോട്ടം നിൽക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെനിക്ക് മനസ്സിലാവാതിരിക്കുവോ? 10-14 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതൊന്നും മനസ്സിലാക്കിയോന്ന് അറിയാൻ വേണ്ടിയാ. അതൊക്കെ എനിക്കറിയാം. 3 കൊല്ലം നമ്മൾ സ്നേഹിച്ചു, ഇപ്പതേ കല്യാണം കഴിച്ചു. ഒരു ഭാര്യയാകുമ്പോ ഞാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? 14 ദിവസത്തെ കാര്യമല്ലേ? അതിനുള്ള എല്ലാ ഡ്രസ്സും ഞാൻ അലക്കി തേച്ച് പെട്ടിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ പെട്ടി കൊണ്ട് അങ്ങ് പോയാ മതി. അങ്ങനെ എന്റെ പൊന്നെ, ഭയങ്കര സംശയമാണ്. ഇനി 14 ദിവസം എന്ത് ചെയ്യുന്ന ചോദിക്കണം. ഞാൻ പറഞ്ഞു അതിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന്. എന്നെ വെളിയിൽ നിർത്തിക്കാണ് കുറെ നേരം. അയ്യോ, ഞാനൊന്നും കുടിക്കാൻ തന്നില്ലല്ലേ? അതെ, ഞാൻ കട്ടൻ ചായ എടുക്കട്ടെ? കട്ടൻ ചായ എടുക്കട്ടെ? അതൊക്കെ അകത്ത് പോയി ഇവിടെ ഇരിക്കാമല്ലോ. ഇവിടെ അല്ല, വാവച്ചി വിളിച്ചു. ഇല്ല, ഉളുപ്പുണ്ടോടാ നിനക്ക്? നമുക്ക് ആരും വാങ്ങിച്ചു തരാൻ. എന്തോന്ന് ഉടുപ്പ്? ഉടുപ്പല്ല, ലജ്ജ ഉണ്ടോന്ന്. അതെങ്ങനാ? സ്വർഗത്തിലെ കട്ടറും പെട്ടെന്ന് കേറിയിരിക്കല്ലോ. കട്ടുറുമ്പല്ല. സുഖേട്ടാ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. കട്ടൻ ചായ വേണോ, ജ്യൂസ് വേണോ, അതോ മോരുമെള്ളം വേണോ? അതെ, ഇത് കുട്ടേട്ടന്റെ ബേക്കറി അല്ല, ഓർഡർ എടുക്കാൻ വേണ്ടി. പുള്ളിക്ക് അതൊന്നും വേണ്ട അല്ലേ? 3 മണി കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ലെന്ന്. ആര് പറഞ്ഞ്? 3 മണി കഴിഞ്ഞാണ് എന്റെ കഴിപ്പ്. 10-15 പൊറോട്ട 3 ബീഫ് അടിച്ച് ഇറക്കും ഞാൻ. അയ്യോ, പൊറോട്ട ഇല്ല, ഞാൻ ദോശ ഉണ്ടാക്കി. എന്റെ സുഹൃത്തെ സുഖു അണ്ണ, എന്റെ കല്യാണം ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞു. വിക്രമേട്ടാ, ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, സുഖേട്ടന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല. അതാണ് ഈ വിഷമം മനസ്സിലാവാത്തത്. അതെ, എന്നാ പിന്നെ സമയം അതിക്രമിച്ച് 4 കഴിയൂ. 1 രൂപ വേണോ? 100 രൂപ മൂത്രം ഒഴിക്കണോ?
അയ്യോ മൂത്രമൊഴിക്കാനാണോ? അതെ അല്ല ആ ബാത്റൂം ശരിയല്ല. അവിടെ എന്റെ 5 അണ്ടർവെയർ കഴിയിട്ടില്ല. ഞാൻ പനിനീരല്ലേ പുറത്തൊരു ബാത്റൂം ഉണ്ട് ഇവിടെ പുറത്തേ. അയ്യോ പുറത്ത് പോണ്ട, പാമ്പുണ്ടാവും. അല്ല രാത്രിയല്ലേ പാമ്പ്. ടോർച്ച് എടുത്താ പോരെ? നമ്മളൊരു ടോർച്ച് ഇല്ലല്ലോ. ഇതിന്റെ മൊബൈലിന്റെ ഇതുണ്ടല്ലോ, ആ ടോർച്ച് ലൈറ്റില് കത്തിച്ചു പോട്ടെ. ദൈവമേ, ആ ബാത്റൂം ഇടിഞ്ഞങ്ങ് താഴണേ. എന്താ? ആ അതെന്തിനത്ര രഹസ്യമായിട്ട് പറയുന്നേ? ഞാനും ആലോചിക്കുന്നത് രഹസ്യമായിട്ട് പറയണ്ടേ. വാ വേഗം വാ. അതെ ഫ്ലാസ്കിൽ ചൂടുവെള്ളാക്കണ്ടേ. അയ്യോ പ്രോഗ്രാം വണ്ടി വന്ന്. ദൈവമേ 5 ആയോ? അയ്യോ എന്തേ? പ്രോഗ്രാം വണ്ടി ഒരിക്കലും ഈ വണ്ടി ഈ ഇടവഴി കൂടെ ഇവിടെ ഇറങ്ങി വരത്തില്ല. ബോർഡ് തട്ടും മറ്റേ തട്ടും എന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം കാലിന് ഇവിടെ കൊണ്ട് അവിടെ നില്ല. ഒരു 5 മിനിറ്റ് കുളിക്കുന്നു, ഡ്രസ് മാറുന്നു, ദാ വരുന്നു. അതെ കുളിക്കൊന്നും വേണ്ട. അതെന്താ? നമ്മളെ നാളെ ഇരുട്ടിയിലെ പരിപാടി ക്യാൻസൽ. ക്യാൻസൽ ആയോ? എന്താ? അവിടെ ആരോ ബോംബ് വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് അവിടെ കമ്മിറ്റിക്കാർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. പ്രോഗ്രാം ക്യാൻസൽ ആയെന്ന് പറഞ്ഞാ സന്തോഷിക്കുന്ന ആദ്യത്തെ കലാകാരനൊരു പക്ഷേ ഞാനായിരിക്കും. അതെ, ഈ സന്തോഷിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നത് ഞാനാണ്. അതെങ്ങനെ? അവിടെ ബോംബ് വെച്ചേക്കണെന്ന് പറഞ്ഞ് ഇരുട്ടിയിൽ വിളിച്ചു പറഞ്ഞത് ഞാനാണ്. എന്തിനെന്നാ അണ്ണാ, നിങ്ങളെ കൂടെ കുറെ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ എർത്തായിട്ട് നിൽക്കുകയല്ലേ അണ്ണാ. ഒന്നാ നിങ്ങൾ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ, മറ്റേ നമ്മളെ എടുത്ത് വളർത്തിയ വാവച്ചി. നിങ്ങളെ രണ്ടുപേരെയും കല്യാണമാണ്, ആദ്യ രാത്രിയാണ്. ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷന് ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനാണ് അണ്ണാ. ഒരു ഓഫ് ഡേ ഒപ്പിച്ച് തന്നില്ലേ ഞാൻ? സത്യം, ഇപ്പോഴാണ് നിങ്ങളോട് എനിക്ക് സ്നേഹവും തന്നെയല്ലേ? എന്നാ പിന്നെ അണ്ണന്റെ ഫോൺ വെച്ചോ. ഈ ഫോണിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് കേട്ടോ. അവിടെ ബോംബ് വെച്ചേക്കണെന്നേ. അഥവാ അവിടുന്ന് ഇരുട്ടിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാ ഇല്ലാന്നൊന്നും പറഞ്ഞോളയല്ല, അവര് വിചാരിക്കും ഞാൻ പുളുവനാണെന്ന്. പോലീസ് വരും. 14 ദിവസം മിക്കവാറും ഞാൻ റിമാൻഡിലാവും. അവിടെ പോയാലും 14 ദിവസം, പ്രോഗ്രാമിന് പോയാലും 14 ദിവസം. രണ്ടും കണക്കായില്ല അണ്ണാ. ഇപ്പം ഇതാ ഞാൻ പറഞ്ഞ വേദി കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടി വെക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാ നല്ലൊരു ഉഷാർ ഗൈഡ് വരട്ടെ. രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കണ്ടന്റ് ആയിരുന്നു നിങ്ങളുടെ. നല്ല രസമുള്ള കാര്യം. ഒരു ആ സിറ്റുവേഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ആ കളിച്ച് കയറ്റിയ സ്ഥലം. അത് ഈ ഒരു സ്പീഡിൽ കളിക്കുന്നതാണ് അതിൻ്റെ ഒരു ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു രസം. ഇത്ര സ്പീഡിലേ ആകാവുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും നല്ല മനോഹരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു. പിന്നെ ചിരിയുടെ ഇച്ചിരി കുറവുണ്ട്, എങ്കിലും ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തു. നമ്മുടെ വേദിയിൽ വരുന്ന ഓരോരുത്തരും പുതിയ പുതിയ കോണ്ടന്റുകൾ തപ്പിയെടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പം നിങ്ങളും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം തുടങ്ങിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നന്നായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ചിരി, ഫ്രഷ് സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന കൂടെ കുറച്ച് ഫ്രഷ് ചിരിയും കൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. ഈ കണ്ടന്റിന് ഒരു പക്വതയുള്ള പെർഫോമൻസ് ആവശ്യമുണ്ട്. ആ പക്വതാപരമായിട്ടുള്ളൊരു സമീപനമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയെ വിളിച്ച് കാണിക്കുമ്പോൾ എൻ്റെ ചെമ്പരുന്ന് അത് ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ ഒരു എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു പ്രസാദേട്ടാ. ഇതിൻ്റെ കോമഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇന്നർ കോമഡി കിടപ്പുണ്ട്. നിങ്ങൾ അവതരിപ്പിക്കുന്ന ഡയലോഗും ഒക്കെ കൊള്ളാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം എൻ്റെ പുറകെ കിടപ്പുണ്ട്, ഒരു വിഷമം. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ചിരി വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് സബ്ജക്റ്റ്. ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്കും ആ അമ്മയുടെ സംഭവം ഭയങ്കര ചിരി വന്നു പോയി. കാരണം നമുക്കും അനുഭവമുണ്ട്. പലരും ഒക്കെ നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ എൻ്റെ മോനെ പരിചയപ്പെടുത്തിയ മോൻ എന്ന് പറഞ്ഞാൽ ചേട്ടാ പ്രസാദ് എൻ്റെ ഫാനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുമ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മോനെ അറിയില്ലേ ഈ അങ്കിളിനെ? ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു, പ്ലോട്ട് നന്നായിരുന്നു, എല്ലാം ഇവർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. അപ്പോ ചക്കക്കുരു അല്ല ചക്കിപ്പരുന്നിന്റെ മാർക്സ് ഒരു 12,000 രൂപ. 12,000 രൂപ. ഓക്കെ പ്രസാദേട്ടാ. ഞാനും 12 ഒന്നും കൂടെ കൂട്ടി 13. 25,000 രൂപ. മണിക്കൂട്ട അയച്ചോ. ഇതാ എന്റെ മാർക്ക്. ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. നല്ല എമൗണ്ട് ആണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും കൂടുതൽ വാങ്ങിക്കണം. അപ്പം ഇനി 14 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. നമുക്ക് കാണണ്ട വരും. കിറ്റ് മാറ്റി നമ്മൾ വേറെ ഐറ്റം ഇറക്കാൻ പോവാണ്. ഒരു ഒറ്റയ്ക്ക് ഒരു കിടുക്കാച്ചി പെർഫോമൻസുമായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് കാലിക്കറ്റ് വഴി ഒരാൾ വന്നിട്ടുണ്ട്.
സാധാരണ നമ്മൾ ഇവിടെ ഒരുപാട് ഹൂല ഹൂപ്പിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചീറ്റിപ്പോയിട്ടുമുണ്ട്. ഇത് ഹൂല ഹൂപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം എയ്തൻ ഋതു. നല്ലൊരു കൈഡി. ഇതാണ് എയ്തൻ ഋതു. എയ്തൻ നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ഇപ്പൊ വരുന്നത് എവിടുന്നാ? സൗദി അറേബ്യ. സൗദി അറേബ്യ. അവിടെയാണോ പഠിക്കുന്നേ? എത്രല്ല പഠിക്കുന്നേ? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സില്. അപ്പൊ നമുക്ക് ഇനി പെർഫോമൻസ് കാണാം. അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടെ നല്ലൊരു കൈഡി എയ്തൻ ഋതുവിന്. വേറെ छम छम चमक छम 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 चमक छम 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 चमक छम 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 नी പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ദിൽ കർദാ മഹിയാ ജാ ദിൽ കർദാ नहीं लगदा थोड़ी तेरे बिन दिल नहीं लगदा हाय छम छम चमक छम छम नीनो कादे नोकुन्न नीरम ई पूवागा पूकुन्न गंधम हाय ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയക്ക് മുത്താരം മുത്തല്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് ആഘോഷം തുടങ്ങാം എല്ലാരും അണഞ്ഞാട്ടെ പിടിക്കാൻ പൂത്തുമ്പി കുടുംബം ഒന്നോടെ നിരന്നാട്ടെ വളയുടെ കലഹം മിഴികളിലുള്ള കനവിനൊരുളി തിളക്കാം
വലിയ കൈയടി. എയ്തൻ ഋതു അടിപൊളിയായിരുന്നു കേട്ടോ. Thank you. എല്ലാരും ഞെട്ടി അല്ലേ മണിക്കുട്ടാ? ഐതൻ, ഇത് ഒരു നോർമൽ ഫ്ലോറിലാണെങ്കിൽ നമ്മൾ ഓക്കെ കുറച്ച് ഗ്രിപ്പൊക്കെ കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ കുറച്ച് സ്ലിപ്പറിയാണ് നമ്മുടെ ഫ്ലോർ, നമുക്കതറിയാം. ആ ഫ്ലോറിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതിന് മുകളിൽ സ്റ്റാൻഡിങ് അപ്ലോസ്. Thank you. ഗംഭീരമായിരുന്നു. കാരണം ഞാൻ സ്കേറ്റിംഗ് പഠിച്ചിട്ടുള്ളതാണ്. ഓ ആ അത് നമ്മൾ സാധാരണ കട്ടന്തറയിൽ പഠിച്ച അവിടെ പോലും ഞാൻ തെന്നി. ഇത് വീണാൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ആക്സിഡന്റ് ആയിരിക്കും. ഇഞ്ചുറീസ് ഭയങ്കരമായിരിക്കും, ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാവും. പക്ഷെ മോള് ഈ ആക്ട് ചെയ്തു, നന്നായിട്ട് അത് ബാലൻസ് ചെയ്തു, ഒപ്പം എല്ലാ പാട്ടും പാടി. അത് മോളെല്ല അങ്ങനെ പാടി ഈ പറയുന്ന പോലെ ഇത് ബാലൻസ് ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെ ആക്ട് എല്ലാം ചെയ്യുക. ഈ പ്രായത്തിൽ മോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇനി ഉയർച്ചയിലേക്ക് അടുത്ത ഏജിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൾക്കുണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു. കഞ്ഞി കുടിക്കാറുണ്ട്. കഞ്ഞിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കും, കഞ്ഞിക്ക് അച്ചാർ കൂട്ടി കഴിക്കും, കഞ്ഞിക്ക് പയറും കൂട്ടി കഴിക്കും. കഞ്ഞിയുടെ കൂടെ അച്ചാറും ചമ്മന്തിയും പയറും ഒരുമിച്ച് ചേർന്ന് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെയായിരുന്നു പെർഫോമൻസ്. അതായത് ഹുലഹാപ്പും ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ സ്കേറ്റിങ്ങും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ പാട്ടും പാടുന്നുണ്ട്. അതിന് എല്ലാം കൂടെ ഒരുമിച്ച്, സർക്കസും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. അതാ പറഞ്ഞത്, അത്ര ടേസ്റ്റി ആയിട്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നു എന്ന് പറയുന്ന പോലെ ആയിരുന്നു പെർഫോമൻസ് കേട്ടാ. 3 in 1 അല്ല, 4 in 1. താങ്ക് യു. ഗംഭീരമായിരുന്നു കേട്ടോ. എത്രാമത്തെ വയസ്സിലാണ് മോൾ ഇത് പഠിച്ചു തുടങ്ങിയത്? 6ാമത്തെ വയസ്സ്. 6ാമത്തെ വയസ്സിൽ. ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ? അപ്പൊ എത്ര നാൾ കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റി മോക്ക്? ഫസ്റ്റ് വാങ്ങിച്ച ഹുല്ല ഹൂപ്പ് ഉടനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ പഠിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഓടിക്കാൻ തുടങ്ങി അല്ലേ? ഇത് പഠിച്ചിരിക്കാൻ എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വിലയ്ക്ക് തുറന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കോട്ടയത്ത് രാവിലെ ഇങ്ങനെ പോന്നാ മതിയല്ലോ. ഡീസലും പെട്രോളും ലാഭം നോക്കി ബാക്കി ആശുപത്രി ചെലവാക്കി. എന്തായാലും മോളെ ഗംഭീരമായി. ഇത്രയും അകലത്തുനിന്ന് വന്ന് ഞങ്ങളെ ഇത് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ച ആ മനസ്സ് മോളെ ഇവിടെ കൊണ്ടുവരാൻ ആരാണ് മോടെ കൂടെ? അമ്മയും എന്റെ മാമിയും. അപ്പൊ അമ്മയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ വിളിച്ചോ, രണ്ടുപേരും വിളിച്ചോ. അമ്മേ മാമിയെ. അമ്മേ മാമിയെ. ആരാണ് പിന്നെ സ്കേറ്റിംഗ്, ഹൂല ഹൂപ്പ് ഇതൊക്കെ അമ്മയുടെ താല്പര്യമാണോ, അതോ മകൾ എന്തെങ്കിലും രീതിയിൽ താല്പര്യം TV കാണുമ്പം ഇത് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും പറയോ, അങ്ങനെ വല്ലോ, അതോ മനസ്സിന്റെ ഒരു ഇതുകൊണ്ട് തോന്നിയതാണോ? അല്ല, അവള് ഒരു 6 വയസ്സ് മുതൽ ഹുല്ല ഹൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ ഇഷ്ടത്തിനും തുടങ്ങിയതാണ്. ഒരു 250 മുകളിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തു. ഹുല്ല ഹൂപ്പ് മാത്രം. സ്കേറ്റിംഗ് ഇത് ഫസ്റ്റ് ടൈം ആണ്. സ്കേറ്റിംഗ് ഒരു മാസം കൊണ്ടാണ് അവൾ ഈ പഠിച്ചെടുത്തത്. 1 മാസം കൊണ്ട് ഇത്രയും പഠിച്ചെടുത്തോ? അതെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണ ഈ യുവജനോത്സവങ്ങളിലൊക്കെ സമ്മാനങ്ങൾ നേടുമ്പോൾ ഈ കുട്ടികളെ അനുമോദിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ ഈ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മമാരെ അനുമോദിക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പെയിനെടുക്കുന്ന അവരാ. തീർച്ചയായും. അവരെ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ശരിക്കും നല്ലൊരു കൈഡി. ശരിക്കും പേരെന്താണ്? സുനിലക്ക് നല്ലൊരു കൈഡി കൊടുക്കണം കേട്ടോ, ആത്മാർത്ഥമായിട്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, ഞാൻ ടീച്ചറാണ്. എവിടെ? സൗദിയിലോ? സൗദിയില്. ഓക്കെ. മാമിയുടെ പേര്? ബബില. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അവിടെ അക്കൗണ്ടന്റ് ആണ്. അവിടെ തന്നെ സൗദിയില്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇവരൊക്കെ ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോലെ ഒത്തിരി ഹൈറ്റ്സിൽ എത്തിയിട്ട് ഈ ഒരു മേഖലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ ഇനി വലിയ ആളായി കഴിഞ്ഞ് വരുമോ ഇവിടെ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ മാമി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു, നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ എപ്പിസോഡും പോലെ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ പോയി റെസ്റ്റ് എടുക്കാം അല്ലേ? അതെ. നാളെ അടുത്ത എപ്പിസോഡിൽ ചിരിക്കാനുള്ള ശക്തി, ആ വായിച്ച നല്ലൊരു ഉറക്കം കൊടുത്തിട്ട് നമ്മൾ ഇതിലും എനർജിയായിട്ട് തിരിച്ചു വരുന്നു. പോകുന്നതിന് മുമ്പ് നമ്മുടെ അയമന സ്വദേശികൾക്ക് ഒരു നല്ല കൈഡി കൊടുക്കണം. നല്ല ഉഷാർ ഓഡിയൻസ് ആയിരുന്നു. അടുത്ത 2-3 എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണുമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ ചിരികൾ നമുക്ക് കാണാനുണ്ട്, കൂടുതൽ കൗണ്ടറുകൾ കേൾക്കാനുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.